1500ഓളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ഒരു ദക്ഷിണാമേരിക്കൻ രാജ്യമാണ് ചിലി. പകുതി ഇന്ത്യക്കാർക്കും പൗരത്വം ലഭിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർ വിസ എടുത്താണ് അവിടെ ജീവിക്കുന്നത്. കൂടുതലും സിന്ധി വംശജരാണ്. ഇന്ത്യക്കാർ ഇവിടെ കൂടുതലും ബിസിനസ് സ്ഥാപനങ്ങളിലും മൾട്ടിനാഷണൽ കമ്പനികളിലും ജോലി ചെയ്യുന്നു. എഞ്ചിനീയർമാരും ഡോക്ടർമാരും MBAക്കാരും അവരുടെ കൂട്ടത്തിലുണ്ട്. ധാരാളം കൊമേഴ്സ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു രാജ്യമായി ഇന്ത്യക്കാർ ചിലിയെ കണക്കാക്കുന്നു. കേരളത്തിൻ്റെ 19 ഇരട്ടി വലുപ്പമുള്ള ഈ രാജ്യത്തിൽ ഏകദേശം 2 കോടി ജനങ്ങൾ താമസിക്കുന്നു. ഇന്ത്യൻ വംശജയായ ജെന്നിഫർ മയാനി അറിയപ്പെടുന്ന ചിലിയൻ മോഡലാണ്. ഗുഡ് ബോയ് ബാഡ് ബോയ് എന്ന ഹിന്ദി സിനിമയിലൂടെയാണ് അവർ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. ചിലിയുടെ തലസ്ഥാനമായ സാന്റിയാഗോ ഒരു വലിയ സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. ജാസ് സംഗീതത്തിന് വലിയ പ്രാധാന്യമാണ് ഇവിടെ. എല്ലാ വർഷവും ജനുവരിയിൽ ഒരു ജാസ് ഫെസ്റ്റിവൽ ഇവിടെ നടത്താറുണ്ട്. അനേകം വിദേശ രാജ്യങ്ങളിലെ ജാസ് മ്യൂസീഷ്യൻസ് ഈ സമയത്ത് സാന്റിയാഗോ നഗരത്തിൽ എത്തിച്ചേരും. ധാരാളം മ്യൂസിയങ്ങളും തിയേറ്ററുകളും റെസ്റ്റോറൻറ്റുകളും ബാറുകളും സാന്റിയാഗോ നഗരത്തിന് വമ്പിച്ച ഒരു സാംസ്കാരിക പ്രാധാന്യം നൽകുന്നു. 70 ലക്ഷം ജനങ്ങൾ സാന്റിയാഗോ നഗരത്തിൽ താമസിക്കുന്നു. 182 രാജ്യങ്ങളുമായി ചിലിക്ക് നയതന്ത്ര ബന്ധമുണ്ട്. ഇന്ത്യയുടെ ഒരു എംബസിയും സാന്റിയാഗോ നഗരത്തിലുണ്ട്. സാന്റിയാഗോ നഗരത്തിൽ എവിടെ നോക്കിയാലും സാപ്പായി പില്ലാസ് എന്ന ബെന്ന് വിൽക്കുന്ന കടകൾ കാണാം. മത്തങ്ങയുടെ കുരു സ്റ്റഫ് ചെയ്ത രുചികരമായ ഒരു ബെന്നാണ് സോപ്പായി പില്ല എന്ന് പറയുന്നത്. ചിലിക്ക് പസഫിക് ഓഷ്യനിൽ 5000 കിലോമീറ്റർ കടൽ തീരമുണ്ട്. അതുകൊണ്ട് ധാരാളം മത്സ്യസമ്പത്തും ഇവിടെയുണ്ട്. മുതലാളിത്തമാണ് ചിലിയിലെ സാമ്പത്തിക വ്യവസ്ഥിതി. ദക്ഷിണ അമേരിക്കയിലെ ഏറ്റവും സാമ്പത്തിക അഭിവൃദ്ധിയുള്ള രാജ്യമായി ചിലിയെ കണക്കാക്കുന്നു. നഗരത്തിലെ കോഫി ഹൗസുകളിൽ പോലും ഈ സാമ്പത്തിക അഭിവൃദ്ധി കാണുവാൻ പറ്റും. വിളമ്പുകാരിയായി ജോലി ചെയ്യുന്ന പെൺകുട്ടികൾക്ക് ഉയർന്ന ശമ്പളം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ വില കൂടിയ വസ്ത്രങ്ങളും ഫാഷനബിളായ ആക്സസറീസും ധരിക്കുന്നു. ചിലിയുടെ ഭരണത്തിലുള്ള ഈസ്റ്റർ ഐലൻഡ് ഒരു ടൂറിസ്റ്റ് ആകർഷണീയതയായി മാറിയിരിക്കുന്നു. 1000ഓളം ഭീമാകാരമായ പ്രതിമകൾ പണ്ടുകാലത്തെ ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലിയിൽ നിന്ന് 3500 കിലോമീറ്റർ ദൂരെയാണ് ഈസ്റ്റർ ഐലൻഡ്. 5000 ആളുകൾ മാത്രമേ ഈ ദ്വീപിൽ താമസിക്കുന്നുള്ളൂ. പണ്ടുകാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന വനപ്രദേശം നാട്ടുകാരുടെ അലംഭാവം മൂലം നശിപ്പിക്കപ്പെടുകയും മേൽമണ്ണ് ഒലിച്ചു പോവുകയും ഈ ദ്വീപ് ഒരു മരുഭൂമിയാവുകയും ചെയ്തുവെന്ന് ജെയഡ് ഡയമണ്ട് എന്ന ശാസ്ത്രകാരൻ തൻ്റെ കൊളാപ്സ് എന്ന പുസ്തകത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒരു ദിവസം ജോലി ചെയ്താൽ 1 കൊല്ലം ജീവിക്കാൻ മാത്രം കാർഷിക സമൃദ്ധിയുണ്ടായ ഈ ദ്വീപ് ഒരു മരുഭൂമിയായി മാറിയത് മുഴുവൻ ലോകത്തിനും ഒരു പാഠമാണെന്ന് ജെയഡ് ഡയമണ്ട് ചൂണ്ടിക്കാണിക്കുന്നു. നെൽവയലുകൾ നികത്തുകയും അവിടെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന മലയാളികളുടെ സ്വഭാവം ഭാവിയിൽ ഈസ്റ്റർ ഐലൻഡിലുണ്ടായ ദുരന്തം ആവർത്തിക്കാൻ ഇടയാക്കുമെന്ന് നാം ഓർക്കേണ്ടതുണ്ട്.